ഗൈസ്, വെൽക്കം ടു ഹെവൻ വ്ളോഗ്സ്. നമ്മുടെ ഇന്ന് കാലത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്. ഒരു നിവർത്തിയില്ല ഇവിടെ നിൽക്കാനായിട്ട്, അത്രയ്ക്ക് ചൂട്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഒരു ഐസ്ക്രീം കുടിച്ചാലോ എന്ന് തീരുമാനിച്ച് ഇപ്പോൾ ഞാനും നമ്മുടെ ഹെവൻ വ്ളോഗ്സിലെ മെമ്പറുമായ അഭിജിത്തുമായിട്ട് ഐസ്ക്രീം വാങ്ങാമെന്ന് പോയിട്ടിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് ഒരു 2-3 സെക്കൻഡ് ആയത് തന്നെ ഉണ്ട് ഗൈസ്. പക്ഷേ ചൂട് ഒരുമാതിരിപ്പെട്ട ചൂട്, ഇപ്പോഴേ തലയൊക്കെ ഒരുമാതിരിക്കണം. എന്തിനു പറഞ്ഞാലും GCC കൺട്രിയിൽ ജോലി ചെയ്യണവർ കുറച്ച് സേഫായിട്ട് നിന്ന് ജോലിയൊക്കെ ചെയ്യണത് ബെറ്ററാണ്. അതേപോലെ തന്നെ വെള്ളമൊക്കെ നിറയെ കുടിച്ച് സേഫായിട്ടിരിക്കണം. അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് ഗൈസ്. ഇപ്പം സത്യം പറഞ്ഞാൽ അകത്ത് AC ജോലി ചെയ്യണവർക്ക് ലക്കാണ്. ഇപ്പോഴത്തെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ പുറത്ത് ജോലി ചെയ്യണവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലക്കാണ്. അത്രയ്ക്ക് ചൂടാണ് കഴിച്ച് പുറത്ത്. ഇതാ ഇറങ്ങിയിട്ട് ഒരു 2-3 സെക്കൻഡ് ആയതേ ഉള്ളൂ. ഇപ്പോഴേ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കണം. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചൂടാണ്. ഒരു ടൈം നല്ല ഇതായിരിക്കും, ഇങ്ങനെ ദേഹം പെയർക്കൂല, ചിലപ്പം ദേഹം പെയർക്കും. അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഇവിടെ. സോ ശരി, നമ്മളിതാ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ഒരു കട ആയതുകൊണ്ട്, റൂമിൻ്റെ അടുത്താണ് ഷോപ്പ്, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഏതെടുക്കണം നിനക്ക്? ഏത് ഫ്ലേവറാണോ? ഞാൻ ഒരു എവിടെ ഗൈസ്, അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങി. എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നോക്കാം. ഒരു മാംഗോ ബാർ, പിന്നെ ചോക്ലേറ്റിൻ്റെ അത് 3 അല്ലേ, അതെ, പിന്നെ സ്റ്റിക്ക്. മൊത്തം 4 പേർക്കും വാങ്ങി ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചൂട് എങ്ങനെ തന്നെ ആൾക്കാർ പുറത്ത് പണി ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ ഡെലിവറി ഒക്കെ ചെയ്യുമല്ലോ, അവരെയൊക്കെ സമ്മതിക്കണം. എന്തിനു പറയണ്ടേ? അതെ അതെ, അടിക്കണ വെയിൽ രാവിലെ 8 മണി ആയതുള്ളൂ. 8 മണിക്ക് അടിക്കണ വെയിൽ കണ്ട എൻ്റെ അമ്മോ, ഒരുമാതിരിപ്പെട്ട വെയിൽ. അങ്ങനെ ഗൈസ്, നമ്മുടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങി റൂമിൽ പോയിട്ടിരിക്കണം. ഒരു 5 നിമിഷം ആവൂലല്ലേ നമ്മുടെ റൂമിൽ നിന്ന്. അപ്പോൾ വേർത്ത് ചത്ത് ഗൈസ്, നടക്കാൻ വയ്യ. എന്തുണ്ടാ വന്നെന്ന് ആലോചിക്കണം. ഇപ്പോഴേ ആളവന് ചൂട് വേർക്കിന്, കണ്ണ് തുറന്ന് നോക്കാൻ പറ്റണില്ല പുറത്ത്. അതാണ് ഇവിടുത്തെ വിഷയം. ഒന്നാമത് ചൂടെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ചൂടല്ല, ഇവിടെ ഹ്യൂമിഡിറ്റിയാണ് ഇല്ലടേ, ഉരുവണ് ദേഹമല്ല. ഓക്കെ ഗൈസ്, റൂമിൽ പോയിട്ട് ഐസ്ക്രീം കുടിക്കാം. നമുക്ക് ഈ ചൂടത്തിൽ എങ്ങനെ ഫീൽ ആവണമെന്നുള്ളത് നോക്കാം. എന്തിനാ പറയണേ? ഗൈസ്, അങ്ങനെ നമ്മുടെ റൂമിലെത്തി. ഇപ്പോഴേ കരഞ്ഞു പോഞ്ഞ് ചത്ത് ഗൈസ്. ഒരു നിവർത്തില്ല, വേർത്ത്. അപ്പോൾ ശരി, ഐസ്ക്രീം കുടിക്കാം. നമ്മുടെ പയ്യന്മാർ കുക്കിംഗ് ഒക്കെ ഭയങ്കര ക്ലീനിങ് ഒക്കെ ഇരിക്കണം. നോക്കാം എന്തിനാണ് പരിപാടി. നമ്മുടെ ബംഗാളിയാവും നിൽക്കുന്നത്, പാത്രം കഴിയിട്ട് നിൽക്കുന്നത്. സൗറത്ത്, എന്തിനാണ് പയ്യൻ? പയ്യത ബീഫ്. ഇതിൻ്റെ പേരെന്താന്ന്? ബീഫ്. ബീഫ് എന്തിനാ വന്നു? നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യും എന്തിനാ വന്ന് വെച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ബൈ, ടാറ്റ.